ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഞാനിന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ അവരെയും കൂട്ടി കാണാൻ പോയ അതിമനോഹരമായ ഒരു സ്ഥലം നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ട്രാവൽ വ്ളോഗ് എന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ട്രാവൽ വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എത്രത്തോളം ഇത് ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ സ്ഥലം നിങ്ങൾക്കൂടെ കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഗ്രാസിൽ നിന്ന് ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ മാറിയിട്ടുള്ള സെമ്രിയാഹ് എന്ന് പറയുന്ന വില്ലേജിലുള്ള ഒരു ഗുഹ കാണാനാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആക്റ്റീവ് വാട്ടർ കേവുകളിൽ ഒന്നാണ് ഈ ലൂർഗ്രോട്ടെ കേവ്. അപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിനായിട്ട് ഒരു 10 യൂറോ എൻട്രൻസ് ഫീസ് കൊടുത്ത് നമ്മളൊരു ഗൈഡഡ് ടൂർ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സമയത്തിനനുസരിച്ചുള്ള ഗൈഡഡ് ടൂർ നമുക്ക് എടുക്കാം. അത് ഓരോ മണിക്കൂറിലും ഗൈഡഡ് ടൂർ അവൈലബിൾ ആണ്. അപ്പോൾ പൊതുവേ ഇവിടെയുള്ള ഗൈഡഡ് ടൂറുകളെല്ലാം തന്നെ ജർമ്മനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും കാര്യമായിട്ട് ഒന്നും തന്നെ മനസ്സിലായില്ല. അപ്പോൾ ഈ ഗുഹയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നിലെത്തുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അരുവി ഒഴുകി ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട്. അപ്പോൾ ഈ ഒരു ഗുഹയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് കേവിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കേവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഗൈഡ് ഈ ഗുഹയെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഗൈഡ് നമുക്ക് ഒരു ഗേറ്റ് തുറന്നു തരും. അതുവഴി വേണം നമുക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കാൻ. അപ്പോൾ കുറച്ച് അധികം ദൂരത്തോളം ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുന്ന ആ വഴിക്ക് നല്ല ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ നല്ല പൊക്കമുള്ളവരൊക്കെ കുനിഞ്ഞ് വേണം അകത്തേക്ക് പോകാൻ. പിന്നെ പുറത്ത് നല്ല സമ്മർ ആണെങ്കിലും ഈ ഗുഹയുടെ ഉള്ളിൽ ഏതാണ്ട് ഒരു 9 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എടുക്കണം. മാത്രമല്ല ഈ ഗുഹയുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗുഹയുടെ ഉള്ളിലുള്ള നടക്കുന്ന സ്ഥലമൊക്കെ കുറച്ച് നനവുള്ള സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ തെന്നി വീഴാതിരിക്കാനുള്ള നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകളും ഇട്ട് വേണം ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കാൻ. പൊതുവേ ഇവിടെ ഉള്ളവരൊക്കെ മൗണ്ടൻ ഷൂസ് ഇട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഈ ലൂർഗ്രോട്ടെ എന്ന് പറയുന്ന കേവിന് 2 എൻട്രൻസസ് ആണ് ഉള്ളത്. ഒന്ന് സെമ്മറിയാഹ് എന്ന് പറയുന്ന നമ്മളിപ്പം എടുത്തിട്ടുള്ള ഈ എൻട്രൻസും, പിന്നെ മറ്റൊന്ന് പെഗ്ഗാവ് എന്ന് പറയുന്ന വില്ലേജിലുമാണ്. ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കേവിന്. അപ്പോൾ ഇത് 1894 ഈ കേവ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ യാത്ര ഒരുപാട് ഇഷ്ടമായി. അവർ പറഞ്ഞത് നല്ല സാഹസികമായ ഒരു യാത്രയായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം നടന്ന് ഈ കേവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കേവിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ പലതരത്തിലുള്ള മിനറൽ ഫോർമേഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ 2 തരത്തിലാണ് ഈ മിനറൽ ഫോർമേഷൻസ് ഉണ്ടാവുക. ഒന്ന് കേവിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്കും, മറ്റൊന്ന് കേവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്കുമാണ്. അപ്പം മുകളിൽ നിന്ന്, അതായത് കേവിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് വരുന്നതിനെ സ്റ്റാലക്ടൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുഹയുടെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഉണ്ടാവുന്ന മിനറൽ ഫോർമേഷൻസിനെ സ്റ്റലാഗമൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൂർഗ്രോട്ടെ കേവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ ഏറ്റവും വലിയ സ്റ്റാലക്ടൈറ്റ് കേവുകളിൽ ഒന്നാണ് ഈ ലൂർഗ്രോട്ടെ കേവ്. ഈ കേവ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതൊന്നുമല്ല. ഇത് നാച്ചുറലി ഉണ്ടാവുന്ന മിനറൽ ഫോർമേഷൻസ് ആണ് ഈ കേവിൻ്റെ ഉള്ളിലുള്ള എല്ലാം. അപ്പോൾ ഗുഹയിലൂടെയുള്ള ഈ നടത്തിക്കിടയിൽ നമ്മുടെ ഗൈഡ് നമുക്ക് ഈ ചില മിനറൽ ഫോർമേഷൻസിനെ പറ്റി ചില വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഫോർമേഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഡൈനോസറിനെ പോലെയും, മറ്റ് ചിലത് കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്മുമ്മ കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നതായിട്ട് ഉള്ള ഫോർമേഷൻസ് കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ കേവിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് കാണുന്നത്.
ഒരു സ്റ്റാലക്ടൈറ്റും ഒരു സ്റ്റലാഗമൈറ്റും കൂടെ കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോമേഷൻ. അതായത് മുകളിൽ നിന്നുള്ള സ്റ്റാലക്ടൈറ്റും താഴെ നിന്നുള്ള സ്റ്റലാഗമൈറ്റും തമ്മിൽ ഏതാണ്ട് കൂടി ചേരാനായിട്ട് നിൽക്കുന്ന ഒരു ഫോമേഷൻ. പക്ഷേ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് ഒരു 5 വർഷത്തോളമായിട്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ മാത്രമേ അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ അത് തമ്മിൽ കൂടിച്ചേരും എന്നുള്ള പ്രതീക്ഷ അവർക്കില്ല. കാരണം ആ സ്റ്റാലക്ടൈറ്റിലൂടെ ഇപ്പം വെള്ളമൊന്നും താഴേക്ക് ഊർന്നു വരുന്നില്ല. അപ്പോൾ വെള്ളം ഊർന്നു വരുമ്പോൾ ആ വെള്ളത്തിലുള്ള മിനറൽസ് അടിഞ്ഞാണ് ഈ ഫോമേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് കുറച്ചും കൂടെയും ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഗുഹയിൽ കുറച്ച് ഉയർന്ന സ്ഥലങ്ങളും താഴ്ന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ അവർ സ്റ്റെപ്സ് പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഹയുടെ ഉള്ളിലൊക്കെ പൊതുവെ ഇരുട്ടാണല്ലോ. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾക്കുമൊക്കെ വ്യക്തമായി കാണാനൊക്കെ ആയിട്ടാണ് അവർ ലൈറ്റ്സ് ഇട്ടേക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു ആർട്ട് ഗാലറി എന്നൊക്കെ പറയാനാണ് എനിക്ക് ഈ ഗുഹ കണ്ടപ്പോൾ തോന്നിയത്. ഇത്രയും വലിയ ഒരു കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പുറത്തുനിന്ന് കാണുന്ന ആർക്കും തന്നെ മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഈ ഗുഹ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന എഫേർട്ടും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര നീറ്റായിട്ട് ക്ലീനായിട്ടാണ് ഈ ഗുഹ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗുഹയിലൂടെ കുറച്ചധികം നടന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു വലിയൊരു ഹാളിലാണ് എത്തുന്നത്. ആ ഹാളിനെ ഇവർ ഗ്രേറ്റ് കത്തീഡ്രൽ എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് പൊതുവെ കൺസേർട്ട്സും മറ്റു പരിപാടികളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്കും അവിടെ ചെന്നപ്പോൾ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് കൺസേർട്ട് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഇപ്പോൾ വളരെ ഇരുട്ടിൽ അവരുടെ ഈ ലൈറ്റും സൗണ്ടും മാത്രം ഉപയോഗിച്ചുള്ള ഒരു പരിപാടിയാണ് അവരിവിടെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചില ക്ലിപ്പിങ്സാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഗുഹയിലൂടെ ഊർന്നു വരുന്ന വെള്ളത്തുള്ളികൾ വീഴുന്നതും അതിലേക്ക് ലൈറ്റ് കൊടുത്ത് ആ ശബ്ദവും അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ അവർ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് കൺസേർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഈ പരിപാടിയും കഴിഞ്ഞ് കുറച്ചുകൂടെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി വരുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ ഗുഹയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാലക്ടൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. ഈ ഗുഹയിലുള്ള ഓരോ കാഴ്ചകളും അതിമനോഹരവും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്നവയുമായിരുന്നു. ഈ ഓരോ മിനറൽ ഫോമേഷൻസും വർഷങ്ങളെടുത്തിട്ട് ഉണ്ടായവയാണ്. ആ ഓരോ ഫോമേഷൻസിനകത്തുമുള്ള മിനറൽസിൻ്റെ കണ്ടൻറ് അനുസരിച്ച് അതിന് നിറവ്യത്യാസങ്ങളും ഉണ്ട്. ചിലതിന് പച്ച നിറവും ചിലതിന് ചുവന്ന നിറവും ഒക്കെ കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഗുഹയിലെ ഏറ്റവും വലിയ സ്റ്റാലക്ടൈറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഓസ്ട്രിയയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാലക്ടൈറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്കുള്ള യാത്ര മറ്റൊരു വഴിയിലൂടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നല്ല ശക്തമായ മഴയുള്ള സമയത്ത് ഈ ഗുഹ പൊതുവെ അവർ അടച്ചിടാറുണ്ട്. കാരണം ഈ അരുവിയിലെ ജലനിരപ്പ് കൂടുകയും നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അപ്പോൾ ഈ ഗുഹയിലേക്ക് ആളുകളെ അവർ കയറ്റാറില്ല. അപ്പോൾ എൻ്റെ മോനും ഒക്കെ ഈ ഗുഹ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ലൂർഗ്രോട്ടെ കേവ്. അപ്പോൾ ഈ കേവിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മാത്രമല്ല ചില സ്ഥലങ്ങൾ നല്ല സ്ലിപ്പറിയുമാണ്. അങ്ങനെ ഞങ്ങൾ ഗുഹയിലെ കാഴ്ചകളൊക്കെ കണ്ട് എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നെടുത്ത ഫോട്ടോകളെല്ലാം ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ ചേർത്തേക്കാം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അങ്ങനെ നല്ല മനോഹരമായ ഒരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.